ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ സത്യവിശ്വാസം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കത്തോലിക്ക സഭയിൽ വിശ്വാസ പരിശീലനത്തിന്റെ മറ്റൊരു അധ്യയന വർഷം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ സൺഡേ കാറ്റഗിസം, അതിന് സഭയിലെ വളർന്നു വരുന്ന തലമുറയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ, അവരുടെ വിശ്വാസ രൂപീകരണത്തിൽ, അവരുടെ ആത്മീയ വളർച്ചയിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട്. സമകാലിക സാഹചര്യത്തിൽ വളരെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം, ലഹരി പ്രണയക്കെണികൾ പോലുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ വിശ്വാസത്തിൽ നിന്നും വളർന്നു വരുന്ന തലമുറയെ അകറ്റാനുള്ള പ്രവണതകൾ, നിരീശ്വരവാദം പോലുള്ള, ഭൗതികവാദം പോലുള്ള പ്രവണതകൾ, ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം ഗൗരവത്തോടെ, എത്രത്തോളം പ്രാധാന്യത്തോടെ വിശ്വാസ പരിശീലനത്തെ സഭയിലെ കുടുംബങ്ങൾ, കുട്ടികൾ, മാതാപിതാക്കൾ, സഭാ നേതൃത്വം നോക്കിക്കാണണം. ഈ വിഷയങ്ങളാണ് സത്യവിശ്വാസം എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി. ജോജി, സത്യവിശ്വാസം ഇന്നത്തെ എപ്പിസോഡിൽ അതീവ പ്രാധാന്യമേറിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൺഡേ കാറ്റഗിസം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അല്ലേ? കത്തോലിക്ക സഭയിലെ ഒരു കുട്ടി അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു യുവാവ്, യുവതി അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ, ആ കുട്ടിയുടെ, ആ യുവാവിൻ്റെ, കൗമാരക്കാരൻ്റെ ജീവിതത്തിൽ വിശ്വാസ പരിശീലനത്തിന് വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറാണ് വിശ്വാസ പരിശീലനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് എത്രത്തോളം സമയം അതിനുവേണ്ടി മാറ്റിവെക്കണം, അതിനെപ്പറ്റി നമുക്ക് തുടർന്നുള്ള ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാം. പക്ഷേ എങ്കിൽ പോലും ആ ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിലെ അതിനിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം, അതിന് വലിയ രീതിയിലുള്ള റിസോഴ്സസ് മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പലരും ഈ 2 മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു വേദപാഠം, അത് പലപ്പോഴും എന്താണ് പറയണേ, കല്യാണത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഈ വേദപാഠത്തെ കാണുന്ന ചിലരുണ്ട്. പക്ഷേ പലരും ഈ പറയുന്ന പോലെ ആ വേദപാഠത്തെ വളരെ വിശുദ്ധിയോടുകൂടി അതിന്റെ പ്രാധാന്യത്തോടുകൂടി കാണുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ജോജി, നമുക്ക് വചനത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ വിശ്വാസ പരിശീലനത്തിന്റെ ഒരു പ്രാധാന്യം നമുക്കൊന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു. പലപ്പോഴും ഞായറാഴ്ച എത്തുമ്പോൾ പലരും പല ഒഴിവുകളും പറയാറുണ്ട് ഈ വേദപാഠം ഒഴിവാക്കാൻ. അതിനൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, വളർന്നു വരുന്ന തലമുറയുടെ ഒരു ജീവിതത്തിൽ ആ വിശ്വാസ പരിശീലനത്തിന്, കാറ്റഗിസസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? സഭയുടെ വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ കാറ്റഗിസം എന്നോട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ഒരു ബോധനമാണ് ശരിക്കും. അപ്പോൾ ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അവൻ്റെ ആത്മീയ ജീവിതത്തിൽ, അവൻ്റെ സാമൂഹിക ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും വിശ്വാസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ അറിവ് നമുക്ക് ലഭിക്കുന്നില്ല, പലപ്പോഴും കിട്ടുന്നില്ല. അത് ഒരു വളരെ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ഒരു ശരിയായ ഒരു അറിവിനെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നില്ല. അതൊരു വളരെ സത്യമായ കാര്യമാണ് ശരിക്കും. അപ്പോൾ ഒരാൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ മാമോദീസയുടെ ഒരു വ്യക്തി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ശരിക്ക് അതൊരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിക്കുന്നു മാത്രമേ ആകുന്നുള്ളൂ. പിന്നീട് ആ വ്യക്തി കടന്നു പോകേണ്ട ഒരുപാട് പടികളുണ്ട്, ഒരുപാട് വഴികളുണ്ട്, അല്ലെങ്കിൽ താണ്ടേണ്ട ഒരുപാട് ദൂരമുണ്ട്. വളരെ ഒരു ദൗർഭാഗ്യകരമായ കാര്യം, ഇതിനെക്കുറിച്ച് ഈ ഈ ഒരു കാലഘട്ടങ്ങളിൽ, അല്ലെ പണ്ട് കാലഘട്ടങ്ങളിൽ വളരെയേറെ ബോധ്യമുണ്ടായിരുന്നു പറയാൻ പറ്റും. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഈ ഒരു മേഖലയിലുള്ള ബോധ്യങ്ങൾക്ക് നമ്മൾ വളരെ കുറവ് കാണുന്നുണ്ട് ശരിക്ക്. ക്രിസ്തീയ വിശ്വാസ പ്രവേശനം, പടിപടിയായുള്ള വളർച്ച, വീണ്ടും അതിലുള്ള നിലനിൽപ്പ്, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായി. അപ്പം കാറ്റഗിസത്തിൽ പ്രധാനമായിട്ടും സഭയുടെ ഒരു വിശ്വാസ നിക്ഷേപം എന്ന് വെച്ചാൽ സഭയുടെ വിശ്വാസ പ്രമാണം, സഭയുടെ കൽപ്പനകൾ, സഭയുടെ കൂദാശകൾ, സഭയുടെ പ്രാർത്ഥനകൾ, ഇതാണ് വിശ്വാസ നിക്ഷേപം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ബോധവൽക്കരണം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അനുഭവ തലത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രായോഗിക തലമുണ്ട്, അല്ലെങ്കിൽ വിശ്വാസം പ്രാവർത്തികമാക്കേണ്ട നമുക്കൊരു തലമുണ്ട്, വിശ്വാസത്തിൻ്റെ ഒരു അറിവിൻ്റെ തലമുണ്ട്. ഈ മേഖലയെല്ലാം ഒരു സമഗ്രമായിട്ടുള്ള ഒരു പഠനം, അങ്ങോട്ടൊരു കൈപിടിച്ച് നടത്തലാണ് ശരിക്കും നമ്മൾ ഈ ഒരു വിശ്വാസ പരിശീലനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പലപ്പോഴും പല പല കാരണങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ മൂലം ഈ
ഒരു അനുഭവ തലത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ശരിയായ അറിവിൻ്റെ തലത്തിലേക്ക്, ഈ ഒരു പ്രായോഗിക തലത്തിലേക്ക് പലപ്പോഴും കുട്ടികളെ അങ്ങോട്ട് കടത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല ശരിക്കും. അപ്പോൾ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ വിശ്വാസം കാറ്റഗിസം എന്നാൽ നമ്മൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു വിടുകയല്ല ചെയ്യുന്നത്. ഇതൊരു പഠിപ്പീരല്ല, ഇതൊരു ക്ലാസ് അതെ. അല്ല, മറിച്ച് ശരിക്കും എന്താ പറഞ്ഞ അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ക്രിസ്തീയ വിശ്വാസം എന്നാൽ അത് എന്തെങ്കിലും കുറേ തത്വമോ ആശയങ്ങളോ പ്രാർത്ഥനകളോ പദാവലികളോ ഒന്നുമല്ല, മറിച്ച് അത് ഒരു വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്. ഇറ്റ്സ് എ പേഴ്സണൽ എൻകൗണ്ടർ. അപ്പോൾ ആ വ്യക്തി അത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ ശരിക്കും യേശു ക്രിസ്തുവിലേക്ക് വളരെ വളരെ ഒരു ചുരുക്കി അങ്ങ് പറയുകയാണെങ്കിൽ, വളരെ അതിൻ്റെ ഒരു കോറ് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയെ വിശ്വാസത്തിൻ്റെ കോറായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കോറായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു യേശു അനുഭവത്തിലേക്ക്, ഒരു യേശു അറിവിലേക്ക്, അല്ലെങ്കിൽ ഒരു യേശു സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്ക് എന്താ പറയുന്നത്, ഒരിക്കൽ പോലും നമ്മൾ കുറേ കാര്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് മാത്രം പലപ്പോഴും ശരിയായിട്ടുള്ള ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ആ യേശു ക്രിസ്തുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരാൻ പലപ്പോഴും കുട്ടികൾക്ക് അവിടെയാണ് ശരിക്ക് ഈ മതബോധന അധ്യാപകർ പരിശ്രമിക്കേണ്ട, അല്ലെങ്കിൽ അവർ വളരെയേറെ ശ്രദ്ധ കാണിക്കേണ്ട ഒരു വലിയ മേഖല എന്ന് പറയുന്നത്. ഒരു യേശു ക്രിസ്തുമായിട്ടുള്ള ആ ഒരു ബന്ധം, അതിലുള്ള വളർച്ച, അതിലുള്ള ദൃഢമായ നിലനിൽപ്പ്, അങ്ങനെ തങ്ങളുടെ ഒരു ആത്മീയ ഭൗതിക സാമൂഹിക ജീവിതങ്ങളിലെ കെട്ടിപ്പടുക്കൽ, ഇങ്ങോട്ടാണ് ശരിക്കും നമ്മൾ ഓരോ കുട്ടിയെ നയിക്കേണ്ടത്. അപ്പോൾ യേശു ക്രിസ്തുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക സ്നേഹബന്ധം, അതിന് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അവലംബിക്കേണ്ട ഒരു വലിയ മേഖല അത് പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ ശരിക്കും കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് വെച്ചാൽ, അവർ പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയങ്ങളെ പോലെ അല്ലത് ശരിക്കും. പലപ്പോഴും ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് എന്താ പറയുക വലിയ പ്രാധാന്യമില്ലെന്നോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അനുസരിച്ചുള്ള ഒരു അംഗീകാരം കിട്ടാത്ത അവസ്ഥയോ പല പല അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മറിച്ച് ലോകം എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരിക്ക് അവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർ പഠിപ്പിക്കുന്ന ഒരു സാധാരണ വിഷയമല്ല. മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും കാറ്റഗിസം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ അവർ ഒരു വലിയൊരു പ്രാർത്ഥനയിലൂടെ അവർ കടന്നു പോകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമേ അവർക്ക് ഈ കുട്ടികളെ തങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആശയത്തിൻ്റെ ഒരു സമ്പന്നത, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സവിശേഷത, ഈ ഒരു ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉറപ്പായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങൾ പഠിപ്പിക്കുന്ന ഈ യേശുവിനെ ഒരു വ്യക്തിപരമായ അനുഭവമായി മാറുകയുള്ളൂ. അങ്ങനെ മാത്രമേ അവർക്ക് ജീവിതത്തിൽ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് വളരെ കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഈ സൺഡേ കാറ്റഗിസം എന്നൊരു വാക്കാണ് യൂസ് ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നുന്നു നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വാക്ക് എവരിഡേ കാറ്റഗിസം എന്നൊരു വാക്ക്. കാരണം സൺഡേ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല വിശ്വാസ പരിശീലനം. അപ്പോൾ സൺഡേ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചില പരിശീലനം, ചില തോട്ട്സ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വേദപാഠ അധ്യാപകർക്ക് സാധിക്കണം. അതിൽ തന്നെ ജോജി പറഞ്ഞതുപോലെ ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക്, പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് ദൈവവചനമാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് സമകാലിക വിഷയങ്ങളും അവിടെ ചർച്ചയാക്കണം. ആ ആഴ്ചയിൽ സഭയ്ക്കെതിരെ വന്നിട്ടുള്ള ആക്രമണങ്ങൾ, അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി, ഒപ്പം തന്നെ ചില സമകാലിക വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പ്രണയക്കണി, ലഹരിക്കണി, നമുക്കറിയാം പല ലവ് ജിഹാദ് പോലുള്ള പല വിഷയങ്ങൾ നമ്മുടെ ചുറ്റിലുമൊക്കെ നടക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്, അതിനെതിരെ എങ്ങനെയൊക്കെ നമുക്ക് മുൻകരുതലുകൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് ഒരു ആനുകാലികമായിട്ടുള്ള ചില ചർച്ചകളും ചില ആശയങ്ങളും ഒക്കെ അവിടെ പങ്കുവെക്കപ്പെടണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, മനസ്സിൽ വന്നൊരു ചിന്തയാണ്. അതായത് ഈ വിശ്വാസ പരിശീലന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാതൃകയാക്കാവുന്നത് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത വിശ്വാസ പരിശീലനമാണ്, അല്ലേ? അത് വളരെ ഉപമകളിലൂടെ ആ കാലഘട്ടത്തിൻ്റെ ചില സാഹചര്യങ്ങൾ ശിഷ്യന്മാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അത് ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും കർത്താവിൻ്റെ ആ ഒരു പ്രേക്ഷിത പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഓരോ ദിവസവും ആ വിശ്വാസ പരിശീലന അനുഭവത്തിലേക്ക് ശിഷ്യന്മാരെ നയിച്ചുകൊണ്ട് പോകാൻ കർത്താവിന് സാധിച്ചു. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുന്നത് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ ഒരു വിശ്വാസ പരിശീലനം തന്നെയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നേരത്തെ ജോജി പറഞ്ഞതുപോലെ വിശ്വാസ പരിശീലനം കൊടുക്കുന്നവർക്ക് ഉണ്ടാകേണ്ട ഒരു ജീവിത സാക്ഷ്യം കൂടി. കാരണം നമ്മൾ ഒരു കാര്യം നമുക്ക് പല രീതിയിൽ അവതരിപ്പിക്കാം. ഒരു തിയററ്റിക്കലായിട്ട് ചുമ്മാ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പുസ്തകത്തിലുള്ള അതേ കാര്യങ്ങൾ വായിക്കുന്നു, അന്നത്തെ ദിവസം ആ അധ്യായം നമ്മൾ തീർക്കുന്നു. അതല്ലാതെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ചില ജീവിത സാക്ഷ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പലപ്പോഴും ഇന്നത്തെ നമുക്ക് സംഭവിക്കുന്ന ഒരു അപജയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന മാതൃകകൾ, നല്ല മാതൃകകൾ ഇന്ന് പല മേഖലകളിലും കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതും ഈ പ്രോപ്പറായിട്ടുള്ള ഒരു വിശ്വാസ പരിശീലന ഫോർമേഷനിൽ ആ ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മൾ കാറ്റഗറിസത്തെ ചിന്തിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മർക്കോസിന് സുവിശേഷം 16:15 പറയുന്നത് പോലെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും.
അപ്പോൾ ഈ കാറ്റഗിസം വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഈശോ ശിഷ്യന്മാരെ അല്ലെങ്കിൽ സഭയെ ഏൽപ്പിച്ച പരമപ്രധാനമായ കർത്തവ്യമാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രഘോഷണം, വിശ്വാസത്തിൻ്റെ കൈമാറ്റം, വിശ്വാസം പറഞ്ഞു കൊടുക്കുക, വിശ്വാസത്തിൽ ജീവിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മറ്റൊരു ഭാഗമായ കാറ്റഗിസത്തിൽ നമ്മൾ എത്രമാത്രം ഒരു വചനത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ആത്രകം പോലെ പറഞ്ഞു വചനത്തിൻ്റെ വലിയ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം ശരിക്കും നമ്മൾ കാറ്റഗിസത്തിൽ നമുക്ക് കുറേ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. പക്ഷെ ആ ടോപ്പിക്കുകളിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഓരോ കുട്ടിയെയും വചനം തിരുവനന്തപുരത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്ത കാരണം നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ 12 വർഷം കാറ്റഗിസം പഠിച്ച കുട്ടി ഒരു നിസ്സാര കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നു. അല്ലെങ്കിൽ 12 വർഷം കാറ്റഗിസം പഠിച്ച കുട്ടി 10 പ്രമാണങ്ങളും ലംഘിക്കുന്ന മിശ്രവിഭാഗത്തിലേക്ക് കടന്നു പോകുന്നു. മനസ്സിലാക്കണം, ഈ മിശ്രവിഭാഗം വന്നാൽ അവിടെ 10 പ്രമാണങ്ങളിലെ ലംഘനമാണ്. അതുകൊണ്ടാണ് ശരിക്കും അവിടെ 1-ാം പ്രമാണം, 2-ാം പ്രമാണം, 3-ാം പ്രമാണം, 4-ാം പ്രമാണം എല്ലാ പ്രമാണങ്ങളും അവിടെ ശരിക്കും ലംഘിക്കപ്പെടുന്നത് ശരിക്കും. അപ്പോൾ ആ അവസ്ഥയിൽ അപ്പോൾ അതിനൊന്നും ആ കുട്ടിക്ക് എന്താ പറയുക, ആ ഒരു മനസാക്ഷിയുടെ രൂപീകരണം ഉണ്ടാകുന്നില്ല, ആ കുട്ടിയെ ഒന്നും തടയുന്നില്ല ശരിക്കും. അപ്പോൾ അവിടെ എന്താണ് കാരണം സംഭവിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഈ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ നമ്മൾ വചനത്തിലേക്ക് നയിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ വചനത്തിൽ ആ റൂട്ടഡ് ആയാൽ മാത്രമേ ശരിക്കും കുട്ടികൾക്ക് തങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചിക്കാനും ഇതോ തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു പക്ഷേ പറയുകയാണെങ്കിൽ മനസാക്ഷിയുടെ ഒരു ക്രിസ്തീയ ഫോർമേഷനാണ് കാറ്റഗിസത്തിൽ നടക്കേണ്ടത്. അപ്പോൾ മനസാക്ഷിക്ക് പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ, തിന്മയുടെ ശക്തികൾ, ആശയധാരകൾ, പല പല സംഘടനകൾ, പല ഇസംസ്, ഇങ്ങനെയൊക്കെ അവരുടെയൊക്കെ ചില തെറ്റായ ആശയപരമായ കൈമാറ്റം മൂലം ഏതാണ് സത്യം, ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്നൊക്കെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള എന്താ പറയുക ആ മേഖലയിൽ പലപ്പോഴും കുട്ടികൾ കൺഫ്യൂഷൻപ്പെടുകയാണ്. അവർ ലോകത്തിലാണ്. അവർ ഈ കാറ്റഗിസം ക്ലാസ്സിൽ മാത്രമല്ല, അവർ വീട്ടിൽ മാത്രമല്ല, അവർ ശരിക്കും ലോകത്തിലാണ്, അവർ സമൂഹത്തിലാണ്. അപ്പോൾ ഈ സമൂഹവുമായിട്ട് അവർക്ക് മിങ്കിളാകുമ്പോൾ, അവരുടെ സഹപാഠികളായിട്ട് മിങ്കിളാകുമ്പോൾ, ഈ ഒരു ബഹുസ്വര കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ക്രിസ്തീയ മനസാക്ഷിയുടെ ഫോർമേഷൻ ഇല്ലെങ്കിൽ തെറ്റുപറ്റാൻ വളരെ എളുപ്പമാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും എന്താ പറയുക, ഈ 10-12 വർഷം പഠിച്ചിട്ടും ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തെയും ക്രിസ്തുവിനെയും നിഷ്കരുണം അല്ലെങ്കിൽ നിഷ്ഠൂരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ തോന്നുന്ന വഴിയിൽ, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ അവകാശമാകുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ പറയുകയാണ്, കാറ്റഗിസത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടി തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ വിശ്വാസ ഫോർമേഷൻ കൊടുക്കുന്നവർക്കൊക്കെ എത്രമാത്രം നിരാശ കൊടുക്കും, അല്ലെങ്കിൽ ലോകത്തിന് നമ്മളെ പരിഹസിക്കാനുള്ള ഒരു വലിയ മാർഗമായി മാറുമല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞാൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. മറിച്ച് ഈ ഒരു കാലഘട്ടത്തിന് സവിശേഷത വെച്ച് നോക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കാനുള്ള, അല്ലെങ്കിൽ കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ വളരെ കൂടുകയാണ്. അപ്പോൾ അവരെ ശരിയായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നയിക്കണം. അങ്ങനെ ആ വചനത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ ജീവിതങ്ങളെ വചനാടിസ്ഥാനത്തിൽ, ക്രിസ്തുവിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരിശോധിക്കാൻ സാധിക്കുള്ളൂ. അതിന് ഇച്ചിരി എക്സ്ട്രാ സമയം എടുത്താലും യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമോ, അല്ലെങ്കിൽ പ്രൈസ് വാങ്ങാൻ വേണ്ടി മാത്രമോ, അല്ലെങ്കിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി മാത്രമോ നമ്മൾ കാറ്റഗിസം നമ്മളാകരുത്. മറിച്ച് അവർക്ക് ശരിക്ക് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ തക്ക രീതിയിലുള്ള ഒരു വലിയ ഫോർമേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ ജസ്റ്റ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറയുക, പലപ്പോഴും പല രീതിയിലുള്ള ഫാഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ടേസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ തരംഗങ്ങൾ എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, അവരുടെ ഭാഷയെ, ഈ ന്യൂജൻ ഭാഷയെ പറയുകയാണെങ്കിൽ പുതിയ വൈബ് വരുന്നു, അങ്ങനെ പല രീതി. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അപ്പം ഈ കാറ്റഗിസം ടീച്ചേഴ്സ് അവിടെ ശ്രദ്ധിക്കേണ്ട മേഖല എന്ന് വെച്ചാൽ അവർ ഒരു കുറച്ചൊക്കെ അവരുടെ ഭാഷകളിലേക്ക് ഇറങ്ങി എന്താണ് അവർ നേരിടുന്ന പ്രശ്നം, സമൂഹത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഒരു കുട്ടി നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ശരിക്കും റിയലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ജോർജ് പറഞ്ഞതിനെക്കുറിച്ച് ഒരു അല്പം ഔട്ട് ഓഫ് ടോപ്പിലേക്ക് കിടക്കുക, ഔട്ട് ഓഫ് ടോപ്പിക്കിലേക്ക് കടന്ന് അത്തരം പ്രശ്നങ്ങളെ ചർച്ചയ്ക്കെടുക്കുക. അതിനുശേഷം അതിനെ എങ്ങനെ നമുക്കതിനെ വിശ്വാസപരമായ മേഖലയിൽ നമുക്കതിനെ മറികടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വിശ്വാസസംബന്ധമായ മേഖലയിൽ നമുക്ക് ആവശ്യമുള്ള ഉത്തരം, തൃപ്തികരമായ ഉത്തരം എന്താണ്, ഈ രീതിയിലൊക്കെയുള്ള ഒരു ശരിയായ ഫോർമേഷനിലേക്ക് കടന്നു വന്നാൽ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കാറ്റഗിസം കുറേയും കൂടെ മെച്ചപ്പെട്ടതായി മാറും. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കണം ജോർജ്, നമ്മൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസം മഹത്തരമാണ്, ഗാഠമേറിയതാണ്, വളരെയേറെ ആഴമുള്ളതാണ്, എത്രമാത്രം എന്താ പറയുക, എന്താണ് സമ്പന്നമാണ്. അപ്പോൾ ഇവയിലേക്കൊക്കെ കുട്ടികളെ മെല്ലെ മെല്ലെ ഇതിലേക്കൊന്ന് ഇറങ്ങുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ അതിനോട് നിർബന്ധിക്കുന്ന രീതിയിലുള്ള ഫോർമേഷനിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും കടന്നു വരണം. അപ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും ഫലപ്രദമായ രീതിയിൽ ഇവരെ നമുക്ക് ഒരു വിശ്വാസസംബന്ധമായ മേഖല നമുക്ക് ഫോർമേഷൻ ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അത് വ്യക്തമാണ്. നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ക്രൈസ്തവ
സമൂഹാംഗങ്ങൾക്കിടയിൽ ഈ സമുദായ ബോധം നഷ്ടപ്പെടുന്നു, സമുദായത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു. നമ്മൾ അതിൻ്റെ ഒരു മൂല കാരണത്തിലേക്ക് പോയി കഴിയുമ്പോൾ അത് ചെന്നെത്തുന്നത് ഈ വിശ്വാസ പരിശീലനത്തിലേക്കാണ്. ശരിക്കും ആ ഒരു ആദ്യ നാളുകൾ മുതൽ തന്നെ, പ്രത്യേകിച്ച് നമ്മൾ വളരെ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 7, 8, 9 ക്ലാസ്സുകൾ. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കെയറിങ്, കൃത്യമായിട്ടുള്ളൊരു ഫോർമേഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവരുടെ ലൈഫിനെ കൂദാശകളോട്, ദൈവവചനത്തോട്, സഭയുടെ പ്രബോധനങ്ങളോട് അവരുടെ ലൈഫിനെ കൃത്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പിന്നീടുള്ള സമയങ്ങളിൽ, പിന്നീടുള്ള വർഷങ്ങളിൽ, പിന്നീടുള്ള അവരുടെ ലൈഫിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സഭയെ സ്നേഹിക്കുവാനും സമുദായത്തെ സ്നേഹിക്കുവാനും ഒക്കെ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുമെന്നത് വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ജോജി പറഞ്ഞതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പഠന മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി, വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്ട്രാറ്റജി, അത് കുറെ കൂടി ഒരു എന്താണ് പറയണേ, നവ മാധ്യമങ്ങളുടെ സഹായമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അതിൻ്റെ അനന്തമായ സാധ്യതകളുണ്ട്. പോസിറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല നല്ല റീൽസ്, ഇപ്പം കുട്ടികളൊക്കെ റീൽസിൻ്റെ ലോകത്തിലാണ്. അപ്പോൾ സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കുദാശകളുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായിട്ടുള്ള റീൽസിലൂടെയൊക്കെ കുട്ടികളെ അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് നൽകാൻ സാധിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ യഥാർത്ഥമായിട്ടുള്ള ഒരു കാറ്റഗിസിസ്, വേദപാഠം നടക്കുന്നത് കുടുംബങ്ങളിലാണ്. അറിഞ്ഞോ അറിയാതെയോ പോലും ഒരു മാതാവിൻ്റെ പിതാവിൻ്റെയോ ഭാഗത്ത് നിന്ന് വേദപാഠത്തിൻ്റെ ആ പ്രാധാന്യം കുറച്ച് കാട്ടുന്ന രീതിയിലുള്ള ഒരു സംസാരം കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം യഥാർത്ഥ കാറ്റഗിസിസ് അവിടെയാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഞായറാഴ്ചകളിൽ പല കുട്ടികളും ഈ കാറ്റഗിസം മുടക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഞായറാഴ്ചകളിൽ നടക്കുന്ന ആഘോഷങ്ങളാണ്. അപ്പോൾ പല രൂപതകളും പല മാതൃകാപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ചകളിൽ വിവാഹം പോലുള്ള ആഘോഷങ്ങൾ നടത്തില്ല എന്ന ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു ഡിസിഷൻ എടുക്കുവാൻ സഭാ നേതൃത്വത്തിനും സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ വിവാഹത്തിന്റെ പേരിൽ, ആഘോഷങ്ങളുടെ പേരിൽ കാറ്റഗിസം മുടക്കുന്ന പ്രവണത നമുക്ക് അത് നുള്ളിക്കളയാൻ സാധിക്കും, അത് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. എന്ത് തോന്നുന്നു? ജോർജ് ഇവിടെ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഈ മതബോധനത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ സഭയെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും പാവപ്പെട്ട കാറ്റഗറിസ് ടീച്ചേഴ്സിനെ നമ്മൾ അവരെ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണെന്ന് മാത്രം കരുതരുത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഗാർഹിക സഭ അത് കുടുംബമാണ് ശരിക്കും. അപ്പോൾ കുടുംബത്തിൽ കുട്ടി ശ്രദ്ധിക്കും, എൻ്റെ കുടുംബത്തിൽ എത്രമാത്രം ദൈവിക കാര്യങ്ങൾക്ക്, അതെ. പ്രാർത്ഥനയ്ക്ക്, ആത്മീയതയ്ക്ക്, കാറ്റഗിസത്തിന്, സഭാപരമായ കൂദാശകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ആ കുട്ടിയുടെ മനസാക്ഷി ചെറുപ്പത്തിൽ ഫോം ചെയ്യപ്പെടും. ഇപ്പം കുട്ടിയോട് പറയണ്ട, രാവിലെ പറയുകയാണ് നിനക്ക് മാത്സിൻ്റെ ട്യൂഷനുണ്ട് അതിന് പോകണം, അല്ലെങ്കിൽ സയൻസിന് ട്യൂഷൻ അതിന് പോകണം, അല്ലെങ്കിൽ അത്രയും അക്കാഡമിക് ആയിട്ടുള്ള ഉറപ്പായിട്ടും താല്പര്യം കാണിക്കണം. പക്ഷെ അതിനുള്ള താല്പര്യം പേരൻസ് കൂടുതൽ കാണിക്കുമ്പോൾ കുട്ടിയുടെ ആ ഒരു കുഞ്ഞു മനസാക്ഷിയിൽ, ആ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ആ രീതിയിലുള്ള ആശയം രൂപപ്പെടുകയാണ്. ഇത് ഇച്ചിരി പ്രാധാന്യം കൊടുക്കണം. കാരണം വെച്ചാൽ ആ ഒരു പേരൻസിനകത്ത് വളരെ ശ്രദ്ധാലുക്കളാണ്, അവരാണ് സീരിയസ് ആണ് ശരിക്കും. ആ സമയം ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് നമ്മൾ അതിനുള്ള പഠനം വരുന്നു, പരീക്ഷ വരുന്നു, അല്ലെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലൊക്കെ പേരൻസ് എത്രമാത്രം ഒരു സാമിട്ട് കാണിക്കുകയാണെങ്കിൽ കുട്ടിയുടെ മനസാക്ഷിയിൽ, കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പം പോലെ ഇത് എത്രമാത്രം വേണ്ട, ഇതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് അതാണ് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്ക് നമ്മൾ ഒരു വിശ്വാസ പരിശീലന കളരികളായി മാറേണ്ടത് കുടുംബമാണ് ശരിക്കും. കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ എത്ര മണിക്കൂർ കിട്ടുന്നുണ്ട് കുട്ടികളെ? കൂടുന്ന 1-2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗിസം ടീച്ചേഴ്സിനെയും കുറ്റം പറയുക, അല്ലെങ്കിൽ അവരുടെ കടമയാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ശരിക്കും പേരൻസിൻ്റെ മുന്നിൽ ഒരു വലിയ കടമയുണ്ട്. പേരൻസ് പ്രത്യേകിച്ച് നമ്മൾ പഴയ കാലഘട്ടം പോലെയുള്ള ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സ്മാർട്ടാണ്. അവർക്ക് എല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പേരൻസ് കുറച്ചും കൂടി ആ കാര്യങ്ങൾ ശ്രദ്ധാലുവാക്കണം. അവരുടെ വിശ്വാസബദ്ധമായ ആ ഓരോ സംശയങ്ങളും ഓരോ കാര്യങ്ങളിലും ചെറുപ്പം മുതലേ വലിയ താല്പര്യം കാണിച്ച്, വലിയ ശുഷ്കാന്തി കാണിച്ച്, ഞാൻ പറഞ്ഞ ഒരു എക്സ്ട്രാ മൈൽ ഓടിക്കൊണ്ടാണെങ്കിൽ പോലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ മറ്റേതൊരു വിഷയത്തെക്കാൾ ഉപരിയായിട്ട് ഭൗതിക ജീവിതം, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കുറച്ച് കഴിയുമ്പോൾ തീരും. പക്ഷെ നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കില്ല. നമുക്ക് നിത്യജീവനുണ്ട്. ഈ ഒരു കൺസെപ്റ്റിലേക്ക് കുട്ടികളെ ചെറുപ്പം മുതൽ നടത്താൻ വേണ്ടി സാധിക്കും. അതിന് പല പല വഴികളുണ്ട് ശരിക്കും. ചെറുപ്പം മുതൽ വിശുദ്ധരുടെ ഓരോരോ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇന്ന് കുടുംബങ്ങളുണ്ടോ ജോർജ്? അതൊക്കെ പണ്ടത്തെ കുടുംബങ്ങളിലൊക്കെ വിശുദ്ധരുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചെറുപ്പം മുതലേ ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു വിശുദ്ധയാക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറിഞ്ഞോ അന്യം നിന്ന് പോവുകയാണ് ശരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള പേരൻസ് എത്രമാത്രം തിരക്കുണ്ടെങ്കിലും. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ പേരൻസിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം കുട്ടികളോട് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പം ബേസിക്കലി പേരൻസിന് ആ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ, ഇല്ലെങ്കിൽ കുട്ടികൾ കൈവിട്ടു പോകും. നമ്മൾ ചേർത്ത് പിടിച്ചു നടക്കുന്ന, കരുതി പിടിച്ചു നടക്കുന്ന, നമ്മുടെ കൂടെയാണെന്ന് കരുതുന്ന കുട്ടികൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ട്, നമ്മുടെ ചിന്താഗതികൾ വിട്ട്, നമ്മുടെ ആശയം വിട്ട്, നമ്മളോടുള്ള സ്നേഹം വിട്ട്, കുടുംബ ഉപേക്ഷിച്ചൊക്കെ ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് വളരെ വേദനാജനകമായ കാര്യം. അതിന് കാരണമുണ്ട് ശരിക്ക്. അതൊന്ന് ഒറ്റയടിക്ക് സംഭവിക്കുന്നത്. അപ്പം അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർക്ക് ഒരു ആഴത്തിലേക്ക് പോകാനോ ഒരു അനുഭവത്തിലേക്ക് പോകാനോ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മാതാക്കൾ കണ്ണീരൊഴുക്കി വേദനയോട് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമേ, ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവർക്ക് യേശുവായിട്ടുള്ള ഒരു അനുഭവം കൊടുക്കണമേ.
അവർക്ക് അവർക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ കാറ്റഗറിസിൽ പകർന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാനുള്ള ജ്ഞാനം കൊടുക്കണമെന്ന് ശരിക്ക് പേരൻസ് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ശരിക്ക് എന്താ പറയുക കുട്ടികൾക്ക് അതിൽ റൂട്ടഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളെയോ കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഓക്കെ. അത് വളരെ കറക്റ്റാണ്. ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് തൻ്റെ തങ്ങളുടെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് യെസ്. എന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു അടയാളം ആ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആ കുട്ടിയുടെ അല്ലെങ്കിൽ തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ അവർ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് അവർ തങ്ങളുടെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയൊരു അളവുകോൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല നമുക്കറിയാം പല കുടുംബങ്ങളിൽ ചിലപ്പോൾ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, അപ്പൻ അത്ര പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. പക്ഷെ അത് ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അമ്മയും അപ്പനും നന്നായി പ്രാർത്ഥിക്കണം. അമ്മയും അപ്പനും നല്ല രീതിയിൽ തന്നെ ഈക്വലായിട്ട് തന്നെ തങ്ങളുടെ മക്കളുടെ ആത്മീയ ജീവിതത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം. ആത്മീയ വളർച്ചയിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, കൃത്യമായിട്ടുള്ള ശാസന, അത് പോസിറ്റീവായിട്ടുള്ള ശാസന മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ എത്ര മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം നമ്മുടെ വേദപാഠ അധ്യാപകർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞായറാഴ്ചകൾ തങ്ങളുടെ സമയം വിശ്വാസ പരിശീലനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് അവർ ആ വിശ്വാസ പരിശീലനത്തിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ അതിനാൽ തന്നെ അവർക്ക് കൊടുക്കേണ്ട ഒരു മാന്യത, അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന നമുക്ക് ഒരു പക്ഷേ പലരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഒരു റെന്യൂമറേഷൻ പോലുള്ള ഒരു സംവിധാനത്തിലേക്ക്. കാരണം തങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അപ്പോൾ കുറെ കൂടി നമുക്കറിയാം ഒരു ആത്മീയ തലത്തിൽ അതൊരു മിഷനാണ്, ഒരു കമ്മിറ്റ്മെന്റ് ആണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ഭൗതികമായിട്ടും ഒരു തരത്തിലുള്ള ഒരു പരിഗണന കൊടുക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് സഭകളിലൊക്കെ അവിടെയൊക്കെ വിശ്വാസം പഠിപ്പിക്കുന്നവർക്ക് അവർക്ക് മാന്യമായ വേതനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സഭയിൽ എന്തുകൊണ്ടോ പണ്ട് മുതലേ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു സംവിധാനമില്ല. അതൊരു മേഷൻ പ്രവർത്തനമായി കരുതുന്നത് അതെ, ശരിയാണ്. അതെ. എന്നാൽ ഒപ്പം തന്നെ നമ്മൾ ശരിക്ക് നമ്മൾ അതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും അവർക്കൊരു മാന്യമായ വേതനം അല്ലെങ്കിൽ അവർക്കൊരു മാന്യമായ അല്ലെങ്കിൽ അവർക്ക് ആ ചേർന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ഫലപ്രദമായ രീതിയിൽ അത് ഉറപ്പായിട്ട് അവർക്ക് ആ ഒരു പരിശീലനം കൊടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിക്കും നമുക്ക് ഫണ്ടില്ല അല്ലെങ്കിൽ സാമ്പത്തിക വിഷമം ഒക്കെ നമ്മൾ പറയുമ്പോൾ പോലും നമ്മൾ മനസ്സ് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവും അതിനൊക്കെ പല പല വഴികളുണ്ട്. സഭയുടെ എല്ലാ തരത്തിലുള്ള സോഴ്സുകൾ എല്ലാ രീതിയിലുള്ള സമ്പത്തൊക്കെ നമ്മൾ ഇത്തരം വിശ്വാസസംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ നമ്മൾ ചെലവഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ശരിക്ക് സഭയിൽ എന്താ പറയുക തീഷ്ണമതികളായ വിശ്വാസികൾ ഉണ്ടാകുന്നത്. ശരിക്കും സഭയുടെ ഈ കാറ്റഗറിസിലൂടെ വളരെ തീഷ്ണമതികളായ വിശ്വാസികൾ അല്ലെ വിശ്വാസ വീരന്മാരാണ് പുറത്തു വരേണ്ടത്. നിർഭാഗ്യവശാൽ വിശ്വാസ വീരന്മാർ ഉണ്ടാകുന്നുണ്ടോ, വീരകൾ ഉണ്ടാകുന്നുണ്ടോ ഇതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു അല്ലെങ്കിൽ ആ മട്ടിൽ പോകുന്ന വിശ്വാസികളാണെങ്കിൽ മെല്ലെ മെല്ലെ സഭയുടെ ഒരു വലിയൊരു ശുഷ്കതയ്ക്ക് കാരണമാകും. അപ്പം നമ്മൾ വിശ്വാസ തീഷ്ണതയുള്ള ആ വിശ്വാസ വീരന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ അവരെ എല്ലാ രീതിയിലും ആ രീതിയിൽ നമ്മൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. അതിനെന്താണെന്ന് വെച്ചാൽ ഉചിതമായ ആ ഒരു നടപടികൾ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ നിന്നും വിനോദയാത്രയ്ക്കൊക്കെ പോകാറുണ്ട്. അത് വളരെ നല്ല കാര്യം. നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നേർസാക്ഷ്യം അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പല ഇൻഡസ്ട്രിയിലൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ എന്തുകൊണ്ട് മിഷൻ മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെ 1-2 ദിവസത്തേക്ക് വിടുന്നില്ല. കാരണം സ്കൂളുകളിൽ ഇപ്പോൾ മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ടൂർ എന്നൊക്കെ പറഞ്ഞ് വിടുന്നതിന് യാതൊരു മടിയുമില്ല. അപ്പോൾ മിഷൻ മേഖലകളിലേക്ക് പോയി കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള പൗരോഹിത്യത്തിന്റെ ഒരു മഹത്വം നമുക്കറിയാം. പുരോഹിതർക്കെതിരെ, സന്യസ്തർക്കെതിരെ സെക്കുലർ മീഡിയാസ് ഒക്കെ വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പൗരോഹിത്യം എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു മിഷൻ, അത് നേരിട്ട് അനുഭവിച്ചറിയാൻ ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് സാധിക്കുമെങ്കിൽ അത് അവരുടെ തുടർന്നുള്ള ലൈഫിൽ അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മുടെ വിശ്വാസം പഠിപ്പിച്ചാൽ മാത്രം വിശ്വാസം നമ്മൾ സാക്ഷ്യം കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി അവരെ ഒരുക്കാനുള്ള ഏറ്റവും വലിയ വഴി മിഷൻ മേഖലയിൽ കൊണ്ടുപോവുകയാണ്. പക്ഷെ നിർവാഹകർ നമ്മൾ അങ്ങനെ അത് ചെയ്യുന്നില്ല. ശരിക്കും അങ്ങനെ ആ ഏരിയകളിൽ പോകുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇതാണ് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്ന വിശ്വാസത്തിൻ്റെ ആ ഒരു വലിയ പ്രാധാന്യം. അല്ലെ ഇപ്രകാരം ജീവിക്കുന്നവരുണ്ട്, ഇത്രമാത്രം വിശ്വാസത്തിൽ ഞങ്ങൾ ആഴപ്പെടണം, ഞങ്ങളുടെ വിശ്വാസം പ്രഘോഷിക്കണം, അല്ലെങ്കിൽ വിശ്വാസം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്, ഇനി വിശ്വാസം കിട്ടിയ പലരുടെ അവസ്ഥ എന്താണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അവരുടെ ജീവിതത്തിൽ എന്താ പറയുക ഒരു വലിയ പ്രേരക ശക്തിയായി മാറും. അവരുടെ തങ്ങൾക്ക് പകർന്നു കിട്ടിയ ആ ഒരു വിശ്വാസം ആഴപ്പെടുവാനും വിശ്വാസം ജീവിക്കാനും വിശ്വാസം പ്രഘോഷിക്കാനും ഇനി വിശ്വാസത്തിൽ അടിസ്ഥിതമായ കുടുംബങ്ങൾ പടുതുയർത്താനും എല്ലാവരെയും സഹായിക്കും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
വിശ്വാസ പരിശീലനത്തിന്റെ വേദപാഠത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് സത്യവിശ്വാസം ഈ ഒരു എപ്പിസോഡിലൂടെ ഞങ്ങൾ പങ്കുവച്ചത്. വിശ്വാസ പരിശീലന കാര്യത്തിൽ അത് ഒരു വേദപാഠ അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അതൊരു വൈദികന്റെ അല്ലെങ്കിൽ സന്യസ്തരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് മാതാപിതാക്കളുടെ, സന്യസ്തരുടെ, വൈദികരുടെ, വേദപാഠ അധ്യാപകരുടെ, കുട്ടികളുടെ എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്തമാണ് വിശ്വാസ പരിശീലനം എന്നൊരു കാര്യം തീർച്ചയായിട്ടും നാം മനസ്സിലാക്കുക. അത് വളരെ ഗൗരവമേറിയ നിർണായകമായിട്ടുള്ള ഒരു പ്രാധാന്യം തന്നെയുണ്ട് വിശ്വാസ പരിശീലനത്തിന്. അത് ഞായറാഴ്ചകളിൽ മാത്രം ഒതുക്കി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല വിശ്വാസ പരിശീലനം. അത് എല്ലാ ദിവസങ്ങളിലും, അത് കുടുംബത്തിൽ അതിന് നിർണായകമായിട്ടുള്ള റോളുണ്ട്, ഇടവകയിൽ നിർണായകമായിട്ടുള്ള റോളുണ്ട്, ഓരോ കുട്ടിയുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതിന് നിർണായകമായിട്ടുള്ള റോളുണ്ട്. ഓരോ നിമിഷവും തുടർന്നുകൊണ്ട് പോകേണ്ട ഒരു പ്രോസസ്സാണ് വിശ്വാസ പരിശീലനം. ഏതൊരു മാതാവും പിതാവും തൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ, തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വിശ്വാസ പരിശീലനത്തിന് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാത്ത മനോഭാവം സ്വീകരിക്കുന്നുവോ, അവർക്ക് ആ തങ്ങൾ സ്വീകരിച്ച ആ മനോഭാവത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഒരു 5 വർഷത്തിന് ശേഷം, 10 വർഷത്തിന് ശേഷം തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അർഹിക്കേണ്ട പ്രാധാന്യം, അർഹിക്കേണ്ട ഗൗരവം വിശ്വാസ പരിശീലനത്തിന് കൊടുക്കുക. അത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. കൂദാശ ജീവിതത്തിലേക്ക്, വചനത്തിലേക്ക്, സഭയുടെ പ്രബോധനത്തിലേക്ക് വളർന്നു വരുമ്പോൾ തന്നെ, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ വേരുറപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സമുദായം ശക്തിപ്പെടും, സഭ ശക്തിപ്പെടും, നമ്മുടെ കുട്ടികളുടെ ഭാവി ശോഭനമാകും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.